ഇവിടെ ഒരു ചെങ്ങായിയുടെ വായല് 2 പല്ലുകൾ ഉണ്ടായിരുന്നു. ഒരു പല്ല് നല്ല ചിട്ടയിലായിരുന്നു, നേരത്തിന് പല്ല് തേക്കും ഉറങ്ങൊക്കെ ചെയ്യും. പക്ഷെ മറ്റേതാണെങ്കിലോ ഏത് നേരത്തും ചോക്ലേറ്റും മിഠായിയും ഒക്കെ തിന്നുകൊണ്ടിരിക്കും. അങ്ങനെ എന്നും ചോക്ലേറ്റും മിഠായിയും ഒക്കെ തിന്ന് ആ പല്ലങ്ങ് കേട് വന്നു. അപ്പൊ മറ്റേ പല്ലാണെങ്കിലോ ഭയങ്കര ഹാപ്പി, അവൻ അങ്ങനെ തന്നെ വേണമെന്ന് വിചാരിച്ചു. അങ്ങനെ അവന്റെ കാര്യം തീരുമാനമായെന്നും പറഞ്ഞ് മറ്റേ പല്ല് ഇരിക്കുമ്പോഴാണ് ഡോക്ടർ വന്നിട്ട് ആ പല്ലെടുത്തിട്ട് അവിടെ അതിന് പകരം സ്വർണ്ണപ്പല്ല് വെക്കുന്നത്. ആ പല്ലിന്റെ റേഞ്ച് അങ്ങ് മാറി. ഇപ്പൊ ആരാ സ്വർണ്ണപ്പല്ല്? ഞാൻ എത്ര തിന്നിട്ടും എന്റെ പല്ല് കണ്ടില്ലേ, സ്വർണ്ണമാണ് സ്വർണ്ണം എന്ന് പറഞ്ഞ് കുറെ ഷോ ഇറക്കി. നല്ലവനായ പല്ലിനാണെങ്കിലും ആകെ ചടച്ചു. ഞാൻ ഇത്രയും ചിട്ടയിലൊന്നും നടന്നിട്ട് എന്റെ പല്ല് മാത്രം എന്താ ഇങ്ങനെ, എനിക്ക് വേണം സ്വർണ്ണപ്പല്ല് എന്ന് വിചാരിച്ചു. എന്നിട്ട് മറ്റേതിനെ പോലെ ചോക്ലേറ്റും മിഠായി ഒക്കെ വലിച്ചു വാരി തിന്നാൻ തുടങ്ങി. ആക്രാന്തം കൊണ്ട് ആ പല്ല് മറ്റേതിനേക്കാളും കേടുവന്നു. നല്ല വേദനയുണ്ടായിരുന്നു. എന്നിട്ട് ആ ചെങ്ങായി വേദന സഹിക്കാൻ പറ്റാതെ ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത്, നിങ്ങളുടെ വേറൊരു പല്ല് വരുന്നുണ്ട് സൈഡിൽ, അതുകൊണ്ട് ലൈറ്റ് ആയ ഫുഡൊക്കെ കഴിച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് തിരിച്ചയച്ചു. അയാൾ പോകുമ്പോൾ ആപ്പിൾ വാങ്ങിക്കൊണ്ടുപോയി ആപ്പിൾ തിന്നു. പക്ഷെ ആപ്പിളിന്റെ തൊലിയാണെങ്കിലോ പല്ലിന്റെ ഇടയിൽ കുടുങ്ങുകയും ചെയ്തു. അത് കുത്തിയെടുക്കാൻ വേണ്ടി ടൂത്ത് പിക്ക് കൊണ്ട് കുത്തിയപ്പോൾ മോണയിൽ തട്ടി അവിടെ നിന്ന് ചോര വന്നു. എല്ലാ വേദനയും കൂടി സഹിക്കാൻ പറ്റാതെ അയാൾ ഹോസ്പിറ്റലിലേക്ക് മണ്ടി. ഡോക്ടർ ചോര ഒന്നല്ല കണ്ടത്, ആ കേട് വന്ന പല്ലാണ്. ആ പല്ല് അയാൾ എടുത്തു മാറ്റിയിട്ട് അതിന് പകരം ഒരു മെഷീൻ പല്ല് അവിടെ എടുത്ത് വെച്ചു. നല്ലവനായ പല്ല് വിചാരിച്ചത് സ്വർണ്ണപ്പല്ല് വെക്കുന്ന, പക്ഷെ കിട്ടിയതോ. ഇനി എണ്ണി നോക്കിയിട്ട് പറ, നിങ്ങളുടെ വായിൽ എത്ര പല്ലുണ്ടെന്ന്.